നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആനമറയിലെ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് വെളിപ്പാടകലെ നിരന്തരം കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷിനാശം തുടരുമ്പോഴും വനം വകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. തുടർച്ചയായി 6ാം നാളും ആനമറയിൽ കാട്ടാന ഇറങ്ങി വ്യാപക നാശം വരുത്തി. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി തീരുമാനമില്ലാതെ 2,81,00,000 വർക്ക് ഏജൻസിക്ക് നൽകാനുള്ള നീക്കത്തിൽ വൈസ് പ്രസിഡന്റ് വൻ അഴിമതി നടത്തിയതായി CPIM വഴിക്കടവ് മരുത ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഡിസംബർ 19 രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ. അമരമ്പലത്ത് കരടി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അമരമ്പലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂർ സൗത്ത് DFOയ്ക്ക് നിവേദനം നൽകി. പൂക്കോട്ടുംപാടം തേൾപ്പാറയിൽ തേൻപെട്ടികൾ തകർത്ത് തേൻ കുടിച്ച് കരടി. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കരടിയുടെ നീക്കം നിരീക്ഷിക്കുമെന്നും ആവശ്യമെങ്കിൽ മയക്കുവെടിവെച്ച് കരടിയെ പിടികൂടുന്ന കാര്യം പരിഗണനയിലെന്നും ചൊവ്വാഴ്ച നേരിട്ട് കരടി ഭീതി നിലനിൽക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുമെന്നും നിലമ്പൂർ സൗത്ത് DFO P. പ്രവീൺ. നിലമ്പൂർ ഷൊർണൂർ പാതയിലെ യാത്രക്കാരോടുള്ള റെയിൽവേയുടെ അവഗണന തുടരുന്നു. അവധിക്കാലം തുടങ്ങിയതോടെ നിലമ്പൂർ ഷൊർണൂർ പാതയിൽ തിരക്ക് നിയന്ത്രിക്കാൻ നടപടിയായില്ല. അടുത്ത കാലത്ത് സംസ്ഥാനത്തെ നിരവധി ട്രെയിനുകൾ 1 മുതൽ 3 വരെ കോച്ചുകൾ വർദ്ധിപ്പിച്ചപ്പോഴും തിരക്കേറിയ നിലമ്പൂർ ഷൊർണൂർ പാതയിലെ ട്രെയിനുകളെ റെയിൽവേ അവഗണിച്ചു. വാർത്തകൾ വിശദമായി. ആനമറയിലെ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് വെളിപ്പാടകലെ നിരന്തരം കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷിനാശം തുടരുമ്പോഴും വനം വകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. തുടർച്ചയായി 6ാം നാളും ആനമറയിൽ കാട്ടാന ഇറങ്ങി വ്യാപക നാശം വരുത്തി. ഞായറാഴ്ച പുലർച്ചെ ഇറങ്ങിയ കാട്ടാന കൃഷ്ണൻ കൊളവണ്ണ, വേലായുധൻ കൊളവണ്ണ എന്നിവരുടെ വാഴ, തെങ്ങ്, കമുക് എന്നിവ വ്യാപകമായി നശിപ്പിച്ചു. ഇവിടെ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരത്താണ് വനം ക്വാർട്ടേഴ്സ്. നിരന്തരം കാട്ടാനകൾ ഇറങ്ങി കൃഷിനാശം വരുത്തിയിട്ടും വനം വകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ നെല്ലിക്കുത്ത് വനാതിർത്തിയിൽ അടുത്തിടെ തൂക്ക് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ 200ഓളം മീറ്റർ ദൂരത്ത് ഫെൻസിംഗ് ഇല്ല. മറ്റിടങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിച്ചതോടെ ഇതുവഴിയാണ് നിരന്തരമായി കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ശേഷിച്ച ഭാഗത്ത് ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് റേഞ്ച് ഓഫീസറോട് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി തീരുമാനമില്ലാതെ 2,81,00,000 വർക്ക് ഏജൻസിക്ക് നൽകാനുള്ള നീക്കത്തിൽ വൈസ് പ്രസിഡന്റ് വൻ അഴിമതി നടത്തിയതായി CPIM വഴിക്കടവ് മരുത ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വൈസ് പ്രസിഡന്റിന്റെ അഴിമതിയിൽ പ്രതിഷേധിച്ച് ഡിസംബർ 19 രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ. വലിയ അഴിമതിക്കാണ് പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം നിരന്തരമായി തിരുത്തിക്കൊള്ളാൻ നടന്നുകൊണ്ടിരിക്കുക. ഇതിനെതിരെ നാളെ രാവിലെ 10 മണിക്ക് CPIM നേതൃത്വത്തിൽ വനിതാ പഠിക്കണ കമ്മിറ്റികൾ വലിയ ബഹുജന മാർച്ചാണ് സംഘടിപ്പിച്ചത്. പഠിക്കണവരിൽ കുറച്ചു കാലമായി മറ്റുള്ള സഹപ്രവർത്തകർ അറിയാതെ പഞ്ചായത്ത് പരിസരത്ത് ഇദ്ദേഹത്തെ സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ലക്ഷങ്ങൾ സ്വന്തം പൈസയിലേക്ക് എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ വലിയ പ്രക്ഷോഭത്തിനാണ് CPIM പ്രവർത്തിച്ചത്. 2023 ഡിസംബർ 6-നാണ് പഞ്ചായത്ത് AE ടെൻഡർ നോട്ടീസ് നൽകിയത്. ഡിസംബർ 6 മുതൽ 13 വരെയാണ് ടെൻഡർ അപേക്ഷാ കാലാവധി. 7 ദിവസം മുൻപ് പത്രപരസ്യം വരണം എന്നാണ് ചട്ടം. വഴിക്കടവിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ദിനമായ ഡിസംബർ 13-നാണ് പത്രത്തിൽ പരസ്യം വന്നത്. പഞ്ചായത്ത് നോട്ടീസ് ബോർഡിൽ ടെൻഡർ പരസ്യം പതിച്ചിട്ടുമില്ല. വിവിധ അംഗനവാടി നവീകരണം 25, 32, 200, വിവിധ സബ് സെന്റർ, കുടുംബാരോഗ്യ കേന്ദ്രം, വിവിധ അംഗനവാടി നവീകരണം 25,32,200, വിവിധ സബ് സെന്റർ, കുടുംബാരോഗ്യ കേന്ദ്രം നവീകരണം 25,70,000, MCF പൂർത്തീകരണം 8,77,000,
മരുത, മൊടപ്പൊയ്ക, നരൂക്കാവ്, മാമാങ്കര സബ് സെന്റർ പുതിയ കെട്ടിടത്തിന് 2,22,00,000 എന്നിവയാണ് ഏജൻസിക്ക് നൽകുവാൻ തീരുമാനിച്ച് ചട്ടം ലംഘിച്ച് ടെൻഡർ ക്ഷണിച്ചത്. ഡിസംബർ 14 രാവിലെ 10 മണിക്ക് ടെൻഡർ തുറക്കണമായിരുന്നു. എന്നാൽ ഡിസംബർ 18 ഈ നിമിഷം വരെ ടെൻഡർ ഓപ്പൺ ചെയ്തിട്ടില്ല. 25 ലക്ഷം മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ച് വൈസ് പ്രസിഡന്റ് കമ്മീഷൻ വാങ്ങാനാണ് ഈ അട്ടിമറി നീക്കം നടത്തുന്നത്. ഈ വിഷയം കഴിഞ്ഞ ബോർഡിൽ LDF മെമ്പർമാർ ഉന്നയിച്ചു. മുസ്ലിം ലീഗ് അംഗങ്ങളും വൈസ് പ്രസിഡന്റിന്റെ നടപടിയെ ബോർഡിൽ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ അന്ന് വൈകിട്ട് നടന്ന UDF യോഗത്തിന് ശേഷം മുസ്ലിം ലീഗ് നിലപാട് മാറ്റി മലക്കം പറഞ്ഞു. അഴിമതിയിൽ ലീഗിനും പങ്കുള്ളതായി സംശയിക്കുന്നു. 2023-24 സാമ്പത്തിക വർഷം മെയിന്റനൻസ് ഗ്രാന്റ് അനുവദിച്ചതിൽ പ്രതിപക്ഷത്തെ പൂർണ്ണമായും വെട്ടിയൊഴിവാക്കി. 7 വർക്കിന് 27 ലക്ഷമാണ് പ്രതിപക്ഷ വാർഡിൽ നിന്നും ഒഴിവാക്കിയത്. വൈസ് പ്രസിഡന്റ് വാർഡിൽ 2 വർക്ക്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാർഡിൽ 3 വർക്കുകൾ അനുവദിച്ചു. പഞ്ചായത്ത് അങ്ങാടി പാലം പ്രവൃത്തി നടക്കുന്നതിനാൽ ബദൽ പാതയായ വള്ളിക്കാട് വരക്കുളം റോഡിന് ഈ വർഷത്തെ പദ്ധതിയിൽ വെച്ച ഫണ്ടും UDF ഭരണസമിതി പ്രതിപക്ഷ വാർഡായതിനാൽ ഇല്ലാതാക്കിയതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം PC നാഗൻ, വഴിക്കടവ് ലോക്കൽ സെക്രട്ടറി MT അലി, മരുത ലോക്കൽ സെക്രട്ടറി KT വർഗീസ്, V വിനയചന്ദ്രൻ, ജനപ്രതിനിധികളായ PK അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് നിമിഷ P നാഗ്, മുജീബ് തുറക്കൽ എന്നിവർ സംസാരിച്ചു. അമരമ്പലത്ത് കരടി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അമരമ്പലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂർ സൗത്ത് DFOയ്ക്ക് നിവേദനം നൽകി. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തേൾപ്പാറ പൊട്ടിക്കല്ല് പ്രദേശത്ത് തേൻ കർഷകരുടെ കൃഷിയിടങ്ങളിലേക്കാണ് അക്രമകാരിയായ കരടി നിരന്തരം എത്തുന്നത്. ഈ സാഹചര്യത്തിൽ മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾക്ക് രാത്രിയും പകലും പുറത്തിറങ്ങുവാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. മാത്രമല്ല, ടാപ്പിംഗ് തൊഴിൽ ഉപജീവനമാക്കിയ മനുഷ്യർക്ക് സുരക്ഷിതമായ തൊഴിൽ ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യവും കരടിയുടെ അക്രമം മൂലം നിരന്തരം ഉണ്ടാവുന്നുണ്ട്. കരടി ഭീതി പൂർണ്ണമായും ഒഴിവാക്കുന്നതിനായി 24 മണിക്കൂർ ഫോറസ്റ്റ് പെട്രോളിംഗും നിരീക്ഷണ ക്യാമറ അടക്കമുള്ള സൗകര്യങ്ങളും കരടിയെ പിടിക്കുന്നതിന് ആവശ്യമായ കൂടുമടക്കം ഈ പ്രദേശത്ത് സ്ഥാപിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഫോറസ്റ്റ് അധികൃതർ ആ പ്രദേശത്ത് വരുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ അവർ പെട്രോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പടക്കം പൊട്ടിക്കലും മറ്റു പ്രവർത്തികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ രാത്രി 12 മണിക്ക് ശേഷം ഒരു ഫോറസ്റ്റ് ഓഫീസറും ആ പ്രദേശത്ത് ഉണ്ടാകാറില്ല. രാത്രി ഏകദേശം പുലർച്ചെ ആകുന്ന സമയത്താണ് ഈ കരടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. നമുക്കറിയാം, റബ്ബർ കർഷകർ ഒരുപാടായിട്ട്, റബ്ബർ കർഷകരായിട്ടുള്ള ടാപ്പിംഗ് തൊഴിലാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. പുലർച്ചെ ടാപ്പിംഗ് തൊഴിലാളികൾ ടാപ്പിങ്ങിന് പോകാൻ ഭയപ്പെട്ടുകൊണ്ട് ടാപ്പിംഗ് പണിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ ഫുൾ ടൈം പെട്രോളിങ്, പിന്നെ അധികൃതരോട് ഞങ്ങൾ കൊടുത്ത നിവേദനം, ഫുൾ ടൈം പെട്രോളിംഗ് ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ കരടിയെ പിടിക്കാനുള്ള കൂട് സ്ഥാപിക്കണം. അതുപോലെ തന്നെ നിരീക്ഷിക്കാനുള്ള ഈ ക്യാമറ അടക്കം അവിടെ സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, വയനാട്ടിൽ ഒരു നരഭോജി കടുവ ആളെ കൊന്നതിന് ശേഷമാണ് സർക്കാരിന്റെ സംവിധാനങ്ങൾ അവിടെ ഉണർന്നു പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ജീവഹാനിയോ അതല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെയുള്ള ഏതെങ്കിലും ആക്രമണത്തിന് ശേഷം മാത്രമാണ് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കൂ എന്നുണ്ടെങ്കിൽ അതിന് ആ ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഉചിതമായ തീരുമാനം, ഉചിതമായ രീതിയിൽ നടപടിയെടുത്തുകൊണ്ട് ആ കരടിയെ നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് ഓടിക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയും അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റിയും ഇവിടെ നിവേദനം കൊടുത്തിട്ടുള്ളത്. ഈ നിവേദനം അവർ സ്വീകരിച്ചുകൊണ്ട് അവർ ഉചിതമായ നടപടി എടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അവിടെയുള്ള കർഷകരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് DF ഓഫീസ് ഉപരോധിക്കുന്ന സമരമുറകളുമായിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ കടന്നു വരും എന്നുള്ള കാര്യം ഞങ്ങൾ അവിടെ അറിയിച്ചിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും അധികാരികളുടെ അനാസ്ഥ ഉടൻ അവസാനിപ്പിക്കണമെന്നും നിലമ്പൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ആസിഫ് TMS, അമരമ്പലം മണ്ഡലം യൂത്ത് പ്രസിഡന്റ് രാഹുൽ തേൾപ്പാറ, സൈഫു എനാന്തി, പ്രഭീഷ് അമരമ്പലം തുടങ്ങിയവർ നേതൃത്വം നൽകി. പൂക്കോട്ടുംപാടം തേൾപ്പാറയിൽ തേൻപെട്ടികൾ തകർത്ത് തേൻ കുടിച്ച് കരടി. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കരടിയുടെ നീക്കം നിരീക്ഷിക്കുമെന്നും ആവശ്യമെങ്കിൽ മയക്കുവെടിവെച്ച് കരടിയെ പിടികൂടുന്ന കാര്യം പരിഗണനയിലെന്നും ചൊവ്വാഴ്ച നേരിട്ട് കരടി ഭീതി നിലനിൽക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുമെന്നും നിലമ്പൂർ സൗത്ത് DFO P പ്രവീൺ യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ നിവേദനത്തോടെ പ്രതികരിക്കുകയായിരുന്നു സൗത്ത് DFO. കഴിഞ്ഞ ഒരാഴ്ചയായി കരടി തേൾപ്പാറ TK കോളനി, ആന്റണിക്കാട്, ഒളാർവട്ടം ഭാഗങ്ങളിലാണ് കർഷകരുടെ തേൻപെട്ടികൾ തകർക്കുന്നത്. വനംവകുപ്പ് രാത്രികാല പട്രോളിംഗ് തുടരുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും കൃഷിയിടങ്ങളിലെത്തി കരടി തേൻപെട്ടികൾ തകർക്കുകയാണ്. കാളിക്കാവ് റേഞ്ചിലെ ചക്കിക്കുഴി വനം സ്റ്റേഷനിലെ വനപാലകരും RRT വിഭാഗവുമാണ് പട്രോളിംഗ് നടത്തുന്നത്. കൃഷിയിടങ്ങളിൽ
ഇറങ്ങുന്നത് കരടി തന്നെയാണെന്നും ഇവിടെ കരടിക്ക് താമസിക്കുവാൻ കഴിയുന്ന വനമേഖല ഉണ്ടെന്നും സൗത്ത് DFO പറഞ്ഞു. അപ്പോൾ അവിടെ തങ്ങാനുള്ള ഒരു അവസരം ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ അവിടെ മുന്നിട്ടിറങ്ങി എല്ലാ ദിവസവും ഇറങ്ങി ഒരെണ്ണമുണ്ട്. നേരത്തെ അത് ഈ സീസൺ ആകുമ്പോൾ ഇറങ്ങി. കരടിയെ കൂട് വെച്ച് പിടിക്കുക പ്രയാസകരമാണ്. മയക്കുവെടി വെച്ചാലും കരടിയുടെ ശരീരപ്രകൃതി വെച്ച് ഫലമുണ്ടാകുവാൻ സാധ്യത കുറവാണ്. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കരടിയുടെ വാസസ്ഥലം കണ്ടെത്തി ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുന്നതിനാണ് മുൻഗണന നൽകുകയെന്നും DFO പറഞ്ഞു. രാത്രികാല പെട്രോളിംഗ് കഴിഞ്ഞ 6 ദിവസമായി തുടരുകയാണെന്ന് വനം RRT വിഭാഗവും പറഞ്ഞു. ഈ കരടി പ്രശ്നം നമ്മോട് വിളിച്ചു, നമ്മൾ അന്ന് ചെന്ന് പരിശോധിച്ചതാണ്. അപ്പൊ അവിടെ ആളുകൾ കണ്ടു എന്നുള്ളത് പറഞ്ഞു. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ റെഗുലറായിട്ട് പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ സ്റ്റാഫും RRTയും കൂടെ ചേർന്നിട്ട് നമ്മൾ റെഗുലറായിട്ട് പെട്രോളിംഗ് നടത്തുന്നത്. പിന്നെ RRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, മലപ്പുറം ജില്ലേന്റെ പകുതിയോളം ഭാഗത്ത് നമുക്ക് പല പല കേസുകൾ വരുന്നതാണ്. ആ സമയത്ത് നമ്മൾ പല സ്ഥലത്ത് എത്തണം. എന്നായിരുന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡ്യൂട്ടിക്കിടയിൽ എത്തുന്നത്. രാത്രിയൊക്കെ അവിടെ തന്നെ, പിന്നെ രാത്രി പെട്രോളിംഗ് അവിടെ തന്നെ. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രമുഖമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ പെട്രോളിംഗ് എന്തായാലും അവിടെ ഉണ്ട്. ആളുകൾ കണ്ടു എന്ന് പറയുന്നത് അല്ലാണ്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല. ആ മതിലിന്റെ മുകളിൽ വെച്ച് കയറിയത് കണ്ടു, അല്ലാതെ അതിന് ശേഷം നമുക്ക് കണ്ടില്ല. തേങ്കൂട് പൊളിച്ചത് കണ്ടിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ കണ്ടു എന്ന് പറയുന്നുണ്ട്. നമ്മൾ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ മറ്റുള്ള ജീവി പോലെ ഇല്ലല്ലോ. കരടിയാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്കത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ സമയമായിട്ട് ചെയ്യുന്നുണ്ട്. 200ഓളം കർഷക കുടുംബങ്ങളും ആദിവാസി കുടുംബങ്ങളും താമസിക്കുന്ന തേൾപ്പാറ മേഖലയിൽ കരടികൾ തേൻപെട്ടികൾ തകർക്കുന്നത് ഗൗരവമായി എടുക്കണമെന്നും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ DFOയോട് ആവശ്യപ്പെട്ടു. വയനാട്ടിലെ വാഗേരിയിൽ യുവാവിനെ കടുവ കടിച്ചുകൊന്ന ശേഷമാണ് വനംവകുപ്പ് ഇടപെടൽ ഉണ്ടായത്. തേൾപ്പാറയിൽ ഈ അവസ്ഥ ഉണ്ടാവരുതെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി DMS ആഷിഫ്, സൈഫു എനാദി, പ്രവീഷ് അമരമ്പലം എന്നിവർ ആവശ്യപ്പെട്ടു. എന്തായാലും കരടി ശല്യത്തിന് പരിഹാരമുണ്ടാക്കുവാൻ നടപടിയെടുക്കുമെന്ന് DFO P പ്രവീൺ പറഞ്ഞു. നിലമ്പൂർ ഷൊർണൂർ പാതയിലെ യാത്രക്കാരോടുള്ള റെയിൽവേയുടെ അവഗണന തുടരുന്നു. അവധിക്കാലം തുടങ്ങിയതോടെ നിലമ്പൂർ ഷൊർണൂർ പാതയിൽ തിരക്ക് നിയന്ത്രിക്കാൻ നടപടിയായില്ല. അടുത്ത കാലത്ത് സംസ്ഥാനത്തെ നിരവധി ട്രെയിനുകളിൽ 1 മുതൽ 3 വരെ കോച്ചുകൾ വർദ്ധിപ്പിച്ചപ്പോഴും തിരക്കേറിയ നിലമ്പൂർ ഷൊർണൂർ പാതയിലെ ട്രെയിനുകളെ റെയിൽവേ അവഗണിച്ചു. നിലമ്പൂർ റൂട്ടിലോടുന്ന ഏക ദീർഘദൂര ട്രെയിനായ തിരുവനന്തപുരത്തേക്കുള്ള രാജറാണി എക്സ്പ്രസിലെങ്കിലും ഒരു കോച്ച് വർദ്ധിപ്പിക്കണമെന്ന യാത്രക്കാരുടെയും വിവിധ സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും വർഷങ്ങളായുള്ള ആവശ്യം റെയിൽവേ ഇതുവരെ മുഖവിലക്കെടുത്തിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ രാജ്യത്തെ നിരവധി ട്രെയിനുകളിൽ ബോഗികൾ വർദ്ധിപ്പിച്ചപ്പോഴും രാജ്യറാണിയിൽ ഒരു കോച്ച് പോലും കൂട്ടിച്ചേർത്തില്ല. താരതമ്യേന ദൂരം കുറഞ്ഞ തിരുവനന്തപുരം എറണാകുളം വഞ്ചിനാട് എക്സ്പ്രസ്, എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി, കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ്, തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസുകളിൽ വരെ ബോഗികൾ വർദ്ധിപ്പിച്ചു. രാജ്യറാണിയുടെ നിലവിലുള്ള ജനറൽ കോച്ചുകൾ നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ നിറയും. ആകെയുള്ള 2 അൺറിസർവ്ഡ് സെക്കൻഡ് ക്ലാസ് കോച്ചുകളിൽ സീറ്റുകൾ നിറഞ്ഞ ശേഷം ലഗേജ് ബർത്തുകളിൽ വരെ യാത്രക്കാർ ഇരിപ്പുറപ്പിച്ചിരിക്കും. അങ്ങാടിപ്പുറം എത്തുന്നതോടെ അകത്തു നിന്ന് തിരിയുവാൻ പോലും സാധിക്കാത്ത വിധം തിരക്കേറും. പിന്നീട് ചെറുകര, വല്ലപ്പുഴ സ്റ്റേഷനിൽ നിന്നുള്ള യാത്രക്കാർ കയറുന്നതോടെ ജനറൽ ബോഗിയിൽ സൂചി കുത്താനിടമില്ലാത്ത സ്ഥിതിയാണ്. 40 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് പൂച്ചക്കുത്ത് വള്ളുവശ്ശേരി റോഡ് യാഥാർത്ഥ്യമായി. പൂച്ചക്കുത്ത് ഒരു ഭാഗം വനപ്രദേശമായതിനാൽ അനുമതി ലഭിക്കാതെ നീളുകയായിരുന്നു. പ്രദേശത്തുകാർ 4 പതിറ്റാണ്ടായി മുട്ടാത്ത വാതിലുകളില്ല. കോൺക്രീറ്റ് ചെയ്ത റോഡിന്റെ ഉദ്ഘാടനം PV അൻവർ MLA നിർവഹിച്ചു. മഴക്കാലം വന്നാൽ കുഴിയും ചെളിയും നിറഞ്ഞ റോഡിൽ കാൽനടയാത്ര പോലും അസാധ്യമായിരുന്നു. പ്രദേശവാസികൾക്ക് പുറമെ തൊട്ടടുത്ത മുട്ടിക്കടവ് ഫാം അധികൃതർക്കും റോഡ് ഉപകാരപ്രദമാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് റോഡ് ഉപയോഗിക്കുന്നത്. നിരന്തരം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി MLAയും CPIM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അനുമതി നേടിയെടുക്കുകയായിരുന്നു. PV അൻവർ MLA ആസ്തി വികസന ഫണ്ടിൽ 30 ലക്ഷം അനുവദിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. നാടിന്റെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് റോഡിലൂടെ ആനയിച്ച് നാട്ടുകാർ MLAയെ വേദിയിലെത്തിച്ചത്. ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുസമ്മ മത്തായി, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അൻവർ, പഞ്ചായത്ത് മെമ്പർമാരായ ഷാജഹാൻ, ബിനീഷ്, നിഷിത മുഹമ്മദ് അലി, CPIM ഏരിയ സെക്രട്ടറി രവീന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി യോഹനാൻ, M സുകുമാരൻ, ബ്രാഞ്ച് സെക്രട്ടറി അർഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. കനത്ത മഴ
മഴയിൽ റോഡിൽ അപകടക്കെണിയായി കുമിഞ്ഞുകൂടിയ മണ്ണും കല്ലും നീക്കം ചെയ്തു. വാഹനങ്ങളുടെ ടയറിന്റെ എഡ്ജിൽ തട്ടിത്തെറിച്ച് കല്ലുകൾ കടയിലേക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായതിനെ തുടർന്ന് ഇത് ശ്രദ്ധയിൽപ്പെട്ട മലപ്പുറം ജില്ലാ ട്രോമ കെയർ പോത്തുകൽ സ്റ്റേഷൻ യൂണിറ്റ് അംഗങ്ങളും പ്രായത്തെ പോലും വകവയ്ക്കാതെ സേവന പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങുന്ന നാട്ടുകാരനായ മുഹമ്മദ് കൂരിക്കാടനും ചേർന്ന് പൂർണ്ണമായും കിളച്ചുകോരി മാറ്റിയത്. നാട്ടിലെ യുവതലമുറയിലെ ആളുകൾ കാഴ്ചക്കാരായി നിൽക്കുമ്പോൾ പോലും മുഹമ്മദ് ക സേവനത്തിനിറങ്ങാറുണ്ട്. കനത്ത മഴ പെയ്യുന്ന സമയങ്ങളിൽ കുത്തിയൊലിച്ചു വരുന്ന വെള്ളം തിരിച്ചുവിടുന്നതും മുഹമ്മദ് കാക്കയാണ്. സുൽത്താൻ പടിയിൽ പാലുണ്ട മുണ്ടേരി റോഡിലേക്ക് പുക്കുട്ടുമണ്ണ റോഡ് ചേരുന്ന സ്ഥലം കുത്തനെയുള്ള ഭാഗമായതുകൊണ്ട് തന്നെ മഴ പെയ്താൽ മണ്ണും കല്ലും റോഡിലേക്ക് ഒഴുകിയെത്തുന്നത് പതിവാണ്. ഓവുചാലില്ലാത്തത് സുൽത്താൻ പടിയിൽ മണ്ണ് അടിഞ്ഞുകൂടുവാൻ പ്രധാന കാരണമാകുന്നു. ഇത്തരത്തിൽ മണ്ണടിഞ്ഞുകൂടുന്നത് ഏറ്റവും അധികം പ്രയാസമാവുന്നത് ബൈക്ക് യാത്രക്കാർക്കാണ്. ബൈക്ക് യാത്രക്കാരുടെയും ബസ് കാത്തു നിൽക്കുന്ന ആളുകളുടെയും കടക്കാരുടെയും സുരക്ഷയെ മാനിച്ചുകൊണ്ടാണ് പോത്തുകൽ ട്രോമ കെയർ വളണ്ടിയർമാർ ഇത്തരമൊരു സേവന പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത്. പ്രവർത്തനത്തിൽ വനിതാ വളണ്ടിയർ ആരിഫ, മറ്റ് വളണ്ടിയർമാരായ ജോയ് കള്ളിക്കാട്ട്, നവാസ് ബാബു, KM കരീം കൂളിയോടൻ, സുലൈമാൻ K എന്നിവർ പങ്കാളികളായി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നവകേരള യാത്ര ഖജനാവ് കൊള്ളയടിച്ച് നടത്തുന്ന ധൂർത്ത് യാത്രയാണെന്ന് ആരോപിച്ച് സർക്കാരല്ലിത് കൊള്ളക്കാർ എന്ന മുദ്രാവാക്യവുമായി മണ്ഡലങ്ങൾ തോറും UDF നടത്തുന്ന കുറ്റവിചാരണ സദസ്സിന്റെ ഭാഗമായി നിലമ്പൂർ മണ്ഡലത്തിലെ പരിപാടി 27-ന് എടക്കരയിൽ വെച്ച് നടക്കും. UDF 140 നിയോജക മണ്ഡലങ്ങളിലും നടത്തുന്ന കുറ്റവിചാരണ സദസ്സിന്റെ ഭാഗമായാണ് നിലമ്പൂർ മണ്ഡലത്തിലും സദസ്സ് സംഘടിപ്പിക്കുന്നത്. 27-ന് വൈകിട്ട് 4 മണിക്കാണ് പരിപാടി. ഇതിന്റെ വിജയത്തിനായി മുനിസിപ്പൽ UDF കൺവെൻഷൻ നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ നടന്നു. കൺവെൻഷൻ VA കരീം ഉദ്ഘാടനം ചെയ്തു. നാണിക്കുട്ടി കുമ്മഞ്ചേരി അധ്യക്ഷത വഹിച്ചു. പാലോളി മെഹബൂബ്, A ഗോപിനാഥ്, ഷെറി ജോർജ്, റൂൺസക്കർ, PT സൈഫു എനാന്തി തുടങ്ങിയവർ സംസാരിച്ചു. 5ാമത് കാടകം ജില്ലാതല ട്രൈബൽ ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരിയിൽ എടക്കരയിൽ നടക്കും. ജനുവരി 26, 27, 28 തീയതികളിലായി എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് വെച്ച് നടക്കുന്ന കാടകം ഫുട്ബോൾ ടൂർണമെന്റിൽ 500ഓളം ആദിവാസി ഫുട്ബോൾ താരങ്ങൾ പങ്കെടുക്കും. ജില്ലയിലെ വിവിധ ഊരുകളിൽ നിന്ന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. എടക്കര ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ജനുവരി 26-ന് PV അൻവർ MLA ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ കിക്ക് ഓഫ് നിർവഹിക്കും. ടൂർണമെന്റ് വിജയിപ്പിക്കുവാൻ എടക്കരയിൽ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ KT സജിമോൻ അധ്യക്ഷനായി. എടക്കര പഞ്ചായത്ത് അംഗം ധനഞ്ജയൻ, കേരള എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി T പ്രജീഷ് കുമാർ, പ്രസിഡന്റ് KM ബാബുരാജ്, എടക്കര പ്രസ് ഫോറം പ്രസിഡന്റ് VK ഷാനവാസ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ഷാജി എടക്കര, മഹിളാ സംഖ്യ പ്രതിനിധി അജിത, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബിജു എബ്രഹാം, സിവിൽ എക്സൈസ് ഓഫീസർ C സുഭാഷ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ചെയർമാനായി ധനഞ്ജയനെയും വൈസ് ചെയർമാൻമാരായി VK ഷാനവാസ്, KM ബാബുരാജ്, ഷാജി എടക്കര എന്നിവരെയും ജനറൽ കൺവീനറായി KT സജിമോനെയും ജോയിന്റ് കൺവീനറായി ബിജു P എബ്രഹാമിനെയും ട്രഷററായി B ഹരിദാസിനെയും തിരഞ്ഞെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചുങ്കത്ര പെൻഷൻ ഭവനിൽ പെൻഷൻ ദിനാചരണം ആചരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ആലീസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് P രാജേന്ദ്രൻ അധ്യക്ഷനായി. സൈക്കോളജിസ്റ്റും പെൻഷനറുമായ KC മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VS രത്നമ്മ, CM ഉഷ, ബ്ലോക്ക് പ്രസിഡന്റ് CO തോമസ്, സെക്രട്ടറി അരവിന്ദാക്ഷൻ, MK ദിവാകരൻ, VN രാജൻ, GK ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പെൻഷൻകാരുടെ ജില്ലാ കലാമേള വിജയികളെ ആദരിച്ചു. YMCAയുടെ നേതൃത്വത്തിൽ ഐക്യ ക്രിസ്മസ് ആഘോഷിച്ചു. അപരനെ കരുതുന്നതാണ് ക്രിസ്മസ് എന്ന സന്ദേശം നൽകി റവറന്റ് ജോബി തോമസ് സാമുവൽ പറഞ്ഞു. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി നാം മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. ഫാദർ മാത്യു പെരുമ്പള്ളിക്കുന്നേൽ, ഫാദർ മാത്യൂസ് പട്ടിയാനിക്കൽ, സബ് റീജിയണൽ ചെയർമാൻ MC മാത്തുക്കുട്ടി, റവറന്റ് KS റോജിൻ, റവറന്റ് യോബാബ് ഭാസ്കർ, സെക്രട്ടറി ജോർജ് വർഗീസ്, സ്കറിയാക്കനാത്തോപ്പിൽ EP ബോബി എന്നിവർ സംസാരിച്ചു. റവറന്റ് സജി ജോർജ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ജിജോ എബ്രഹാം ബൈബിൾ ഭാഗം പാരായണം ചെയ്തു. ക്രിസ്മസ് ട്രീ, കരോൾ, ഗാനാലാപനം മത്സരങ്ങൾ നടത്തി. ഗോൾഡ് ആർട്ട് ജ്വല്ലറിയുടെ 9ാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു. ഗോൾഡ് ആർട്ട് ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂമിലാണ് 9ാം വാർഷികം ആഘോഷിച്ചത്. കഴിഞ്ഞ 9 വർഷങ്ങളായി നിലമ്പൂരിൽ ജ്വല്ലറി വർക്ക്സ് നടത്തുന്ന സ്ഥാപനമാണ് ഗോൾഡ് ആർട്ട്.
വളരെയധികം കസ്റ്റമർ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം ജനങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുകയും വളരെ വിശ്വസനീയമായ രീതിയിൽ തന്നെ ആ സ്വർണത്തിന്റെ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് സുരേഷ് ബാബു. അദ്ദേഹം കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂർ ഹോസ്പിറ്റൽ റോഡിൽ ഈ കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് കുറച്ചുകൂടി വിപുലീകരിച്ച രീതിയിൽ കുറെ ആധുനിക സംവിധാനങ്ങളോട് കൂടി ജ്വല്ലറി വർക്ക്സിന് വേണ്ട എല്ലാ സംവിധാനങ്ങളോടും കൂടി വളരെ വിപുലമായ രീതിയിൽ അദ്ദേഹം വിപുലീകരിച്ച ഷോറൂമിലേക്ക് മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷന്റെ എല്ലാ ആശംസകളും. 916 സ്വർണ്ണമാലകൾ, മോതിരങ്ങൾ, കമ്മലുകൾ, മൂക്കുത്തികൾ, സെക്കൻഡ് സ്റ്റഡുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം ജ്വല്ലറിയിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വെള്ളി ആഭരണങ്ങൾ, പാദസരങ്ങൾ, കൈച്ചെയിനുകൾ, വെള്ളി കമ്മലുകൾ, മാലകൾ, കളർ കല്ലുകൾ പതിച്ച ജിമിക്കി കമ്മലുകൾ, മിഞ്ചികൾ, വളകൾ, തണ്ടകൾ തുടങ്ങിയവയും നവീകരിച്ച ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. എല്ലാവിധ ആഭരണങ്ങളും റിപ്പയർ ചെയ്ത് കൊടുക്കും. എല്ലാവിധ വഴിപാട് ആഭരണങ്ങളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ആഭരണങ്ങൾ പോളിഷ് ചെയ്തും മഞ്ഞ കളർ ചെയ്തും നൽകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.